എങ്ങനെ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാം? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, അടിസ്ഥാനപരമായി മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ കുഞ്ഞും ഭൂമിയിൽ പിറന്നു വീഴുന്നത് നിഷ്കളങ്കമായ മനസ്സുമായിട്ടാണ്. ആ കുട്ടി കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും എല്ലാമാണ് ആ കുട്ടി നാളെ എന്തായിത്തീരണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി നാളെ എന്തായിത്തീരണം എന്നുള്ള കാര്യത്തിൽ സമൂഹത്തിന്, മാതാപിതാക്കൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, നിങ്ങളുടെ കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കൂ, അവൻ എന്തായിത്തീരണമെന്ന് എന്നോട് പറയൂ, അത് ഞാൻ ആക്കി തിരിച്ചു തരാം എന്ന്. ഓരോ കുട്ടിയുടെയും മനസ്സ് ഒരു ഹിമശില പോലെയാണ്. 10ൽ 1 ഭാഗം മാത്രമാണ് നാം പുറത്ത് കാണുന്നത്, ഉപരിതലത്തിൽ കാണുന്നത്. ബാക്കി 9 ഭാഗവും മറഞ്ഞിരിക്കുകയാണ്. ഇതാണ് അതിബോധ മനസ്സ്. ആ കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ പതിക്കുന്ന കാര്യങ്ങൾ, ആ കുട്ടി കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാം ആ കുട്ടി പോലും അറിയാതെ അതിബോധ മനസ്സിൽ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. ഇതാണ് ആ കുട്ടിയെ ഭാവിയിലേക്ക് വാർത്തെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക. ഇനി 2, വീട്ടിലെ അന്തരീക്ഷമാണ് ഏറ്റവും പ്രധാനം. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ റോൾ മോഡലാക്കുന്നത് അച്ഛനെയും അമ്മയെയുമാണ്. വീട്ടിലെ അന്തരീക്ഷം സമാധാനപരമല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സ് സംഘർഷഭരിതമായിരിക്കും. അച്ഛനും അമ്മയും പ്രേമത്തിലല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ ഒരിക്കലും സ്നേഹം വിരിയുകയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടുകൂടി മാതാപിതാക്കൾ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ആ കുട്ടിയിലും സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ. മാതാപിതാക്കൾ തമ്മിൽ പരസ്പരം കലഹിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത്, വഴക്ക് കൂടുന്നത് എല്ലാം കുട്ടി പ്രതികരിച്ചില്ലെങ്കിൽ പോലും ആ കുട്ടിയുടെ മനസ്സിൽ മുദ്രണം ചെയ്യപ്പെടും എന്നുള്ള കാര്യം മാതാപിതാക്കൾ മറക്കരുത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇനി 3, അടഞ്ഞ മുറിയിലെ ഇരുണ്ട ചിന്തകളല്ല, നേരെമറിച്ച് തുറന്ന മുറിയിലെ വിശാലമായ ചിന്തകളാണ് കുട്ടിയുടെ മനസ്സിൽ നിറയ്ക്കേണ്ടത്. വീട്ടിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, കുട്ടികൾ പലപ്പോഴും മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അണുകുടുംബമാണ്. കൂട്ടുകുടുംബത്തിൻ്റെ വ്യവസ്ഥയെല്ലാം മാറി. പണ്ട് തുറസായ സ്ഥലത്ത് നമ്മൾ ഒരുമിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികൾ പഠിക്കാനാണെന്ന് പറഞ്ഞ് മുറിയിൽ അടച്ചിരിക്കുന്നു. മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുന്നില്ല. അതേസമയം വാതിൽ തുറന്നിട്ട് കുട്ടികൾ പഠിക്കട്ടെ. അവിടെ അച്ഛനും അമ്മയും ഇടയ്ക്ക് കടന്നു ചെന്ന് എന്താണ് അവർ ചെയ്യുന്നത് എന്ന് നോക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തമാശ പറഞ്ഞ് കുട്ടികളോട് കൂട്ടുകൂടി പുറത്തു വരികയാണെങ്കിൽ ഒരിക്കലും കുട്ടികൾക്ക് അതൊരു പരിഭവമാവുകയില്ല. 4, നമ്മളെല്ലാവരും ഒരു ചതുരത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. ഫോണിൻ്റെ സ്വാധീനം, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, അതിലപ്പുറം ടെലിവിഷൻ്റെ സ്വാധീനം. പണ്ട് കുട്ടികളോട് അമ്മമാർ പറയുമായിരുന്നു പ്രാർത്ഥിച്ച് കിടക്കണമെന്ന്. എന്തിനാണെന്ന് പറയുന്നത്? രാത്രി കിടക്കുന്ന സമയത്ത് എന്താണോ ചിന്തിക്കുന്നത് അതാണ് രാവിലെ വരെ അതിബോധ മനസ്സിട്ട് കശക്കുന്നത്. അവിടെയാണ് ഒരു കുട്ടിയുടെ മനസ്സിൽ വളർച്ചയുണ്ടാവുന്നത്. അതേസമയം രാത്രി സമയങ്ങളിൽ ടെലിവിഷനിൽ കാണുന്ന കൊലപാതകങ്ങളുടെയും മോഷണത്തിൻ്റെയും, പോലീസുകാർ കള്ളനെ ആമം വെച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യം കുട്ടിയുടെ മനസ്സിൽ വരുമ്പോൾ ഒരു ക്രിമിനൽ മൈൻഡ് ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും അത്തരം പരിപാടികൾ കാണാൻ പ്രേരിപ്പിക്കാതിരിക്കുക. മറ്റൊന്ന്, കുട്ടികൾ നിർബന്ധമായും വായിച്ചുറങ്ങണം എന്ന് കുട്ടികളോട് പറയുക. പുസ്തകം വായിക്കട്ടെ ധാരാളം. അവിടെ അവർക്ക് കൊടുക്കേണ്ട പുസ്തകം എന്ന് പറയുന്നത് ആത്മകഥാസ്പർശമുള്ള പുസ്തകങ്ങളാണ്. ഒരുപാട് കഠിനാധ്വാനത്തിലൂടെ വളർന്ന വ്യക്തികളുടെ കഥകളാണ് വേണ്ടത്. അത് വായിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കും. രാവിലെ വരെ കുട്ടികളുടെ മനസ്സിൽ ഈ ചിത്രമായിരിക്കും പതിഞ്ഞിരിക്കുക. 6ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, മനസ്സ് തുറന്ന് സംസാരിക്കുക. നമ്മുടെ പ്രൈം ടൈം മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. രാത്രി സമയത്ത് 1 മണിക്കൂർ നേരമെങ്കിലും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, തമാശ പറയുക. ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഓഫ് ചെയ്തു വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിക്കുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം. കുട്ടികളെ അടുത്തറിയുക. അവരിൽ കൗമാരത്തിലേക്കും യുവത്വത്തിലേക്കും കടക്കുന്ന സമയത്ത് സ്വാഭാവികമായും മനസ്സിന് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ആ സമയത്തുണ്ടാവുന്ന അക്രമവാസന, ആത്മഹത്യാ പ്രവണത, ആങ്സൈറ്റി, ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കുക മാതാപിതാക്കൾക്കാണ്. അങ്ങനെ സംശയം തോന്നുന്ന പക്ഷം നിർബന്ധമായും ഡോക്ടറെ കാണിക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം മാതാപിതാക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല തലമുറയെ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും. ഓർക്കുക, മാനസികാരോഗ്യം ഇന്ന് വലിയൊരു പ്രശ്നമാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കടന്നുകയറ്റം ഇന്നൊരു വലിയ പ്രശ്നമാണ്. ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തം നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മാനസികാരോഗ്യമുള്ള നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുക. അതിനുവേണ്ടി എല്ലാം തുറന്നു പറയുന്ന ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കട്ടെ.